അപ്പോൾ ഇന്നത്തെ പ്രയാണം നമുക്ക് തുടങ്ങാം. ഇന്നത്തെ യാത്ര തുടങ്ങാം. രാവിലെ ഒരു കുബൂസ് കഴിച്ചു. നമ്മൾ ബാക്ക് സൈഡ് വഴി ഇറങ്ങിയെന്ന് വെച്ചാൽ വേസ്റ്റ് കളയണം. അപ്പോൾ ഇതാ കുറച്ചുകൂടെ എളുപ്പം. വരുന്ന വഴിക്ക് കളഞ്ഞിട്ട് വരാം. മറ്റേത് വേസ്റ്റ് കളയാനായിട്ട് കുറച്ചുകൂടെ പോയിട്ട് വരണം. എന്തിനാ ഒരു അധികപ്പടി. വേസ്റ്റ് കളഞ്ഞു. Next stop is I like to be educated, but I'm so frustrated. Hello to my loneliness. I guess that ignorance is bliss. Take me back to before I knew. വീണ്ടും വഴിതെറ്റിപ്പോയി. വീണ്ടും തിരിച്ചു വരിക. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഞാൻ സ്ട്രെയിറ്റ് ഓടെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ട് വേറെ സ്ട്രെയിറ്റ് ഒന്നും നോക്കാതെ ഇങ്ങനെ പോയി. പക്ഷെ അങ്ങനെയല്ലായിരുന്നു സ്ട്രെയിറ്റ് റോഡെന്ന് പറഞ്ഞാൽ. അവിടുന്ന് വന്നിട്ട് ആ സ്ട്രെയിറ്റ് റോഡ് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകുന്നതാണ് സ്ട്രെയിറ്റ് റോഡ്. അതുകൊണ്ട് ആ റോഡ് ഇങ്ങനെയായിരുന്നു സ്ട്രെയിറ്റ്. ഇനി അത് ക്രോസ് ചെയ്ത് അപ്പുറം കിടക്കണം. എൻ്റെ മിസ്റ്റേക്കാണ്. ഗൂഗിള് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും. അതെൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അത് ഗൂഗിളിൽ നോക്കി കുറച്ചുകൂടെ വഴി വന്നപ്പോൾ 2-3 വഴി വരുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തിട്ട് വേണം പോവാൻ. വലിച്ച് പിടിച്ച് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഞാനിവിടെ ഒരിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരൊറ്റ പോക്കാം. തീ കത്തിച്ച് വിട്ട പോലെ, റോക്കറ്റ് വിട്ട പോലെ ഒരു പോക്കാം. പിന്നെ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ക്രോസ് ചെയ്തെത്തി. ഒരു നീണ്ട ക്രോസിങ് അത്. ഇനി നേരെ ആ റോഡല്ലേ ഇവിടെ നോക്കിയിട്ട് പോകും. ഇൻഡസ്ട്രിയൽ ഏരിയ 1. എന്നാൽ പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ 1 ബസ് പിടിച്ചാൽ പോരായിരുന്നു. ഞാൻ എന്തിനാ 2 ഇറങ്ങിയത്? ആർക്കല്ല. ബോർഡ് മാത്രമേ ഓർമ്മോ, ബസ് സ്റ്റോപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ രാവിലത്തെ വെയിൽ കൊള്ളാനൊരു സുഖമുണ്ട്. നമ്മൾ ബസ്സിൽ നിന്ന് തണുപ്പൊക്കെ കൊണ്ടിട്ട് ഇറക്കുമ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞാലാ പ്രശ്നം. നമുക്ക് റോഡിൻ്റെ നടുക്കൂടെ നടക്കാം. കൊള്ളാലോ, 2 സൈഡിൽ പോകാം. അതിന് നടക്കുക. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇത്ര നടക്കേണ്ടി വരത്തില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. നമുക്ക് ചില സമയത്ത് ഈ നെറ്റിൽ നോക്കുന്നൊന്നും പ്രോപ്പർ അതിൻ്റെ അടുത്ത് വരെ കാണിക്കണമെന്നില്ല. നമ്മൾ 2 ബസ് കയറണമെങ്കിൽ ആദ്യത്തെ സ്റ്റോപ്പ് ഇറങ്ങിയതിന് ശേഷം വീണ്ടും നോക്കണം നെറ്റിൽ. ഇതൊരുമാതിരി ചതിയായിപ്പോയി. ഇവിടെയും ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് നടന്നാലും പോരാ. ഞാൻ എക്സ്ട്രാ കുറേ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നു. അവിടുന്ന് ഞാൻ നോക്കിയിട്ട് വന്നപ്പോൾ 250 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ 850 മീറ്റർ ഉണ്ട് നടക്കാനായിട്ട്, 1 സൈഡ്. ഈ കാണുന്നത് അൽക്കുസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 ബസ് സ്റ്റോപ്പാണ്. പക്ഷെ ശരിക്കും എനിക്ക് എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റി. ഇവിടെ തന്നെ ആയിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കറക്റ്റാണ്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര് അൽക്കുസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 ആണ്. ഞാൻ ഓൾറെഡി ഇറങ്ങിയതും അൽക്കുസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 ബസ് ടെർമിനലാണ്. ഇത് 2 സ്റ്റോപ്പാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. 2 ഒരേ പേരാ. ടെർമിനൽ എന്നുണ്ടോ എന്തോന്നു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് നോക്കിയാൽ അതെന്താ പറ്റിയെന്ന് വെച്ചാൽ റൂമിൽ നിന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വന്നൊരു ബസ് നമ്പർ ഉണ്ടായിരുന്നു. ഇവിടെ ആ സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഞാൻ നെറ്റ് നോക്കിയപ്പോൾ ആ ഒരു ബസ് നമ്പറേ ഇല്ല. അപ്പോൾ വേറെ ബസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 എന്ന് പറഞ്ഞ് പോയപ്പോഴാണ് ചുമ്മാ നെറ്റിൽ വീണ്ടും അടിച്ച് നോക്കിയപ്പോൾ വേറെ ബസ് കണ്ടു. ഇൻഡസ്ട്രിയൽ ഏരിയ 2 ഇറങ്ങി. പക്ഷെ 2 ടെർമിനലും 2 2 ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്ര എക്സ്ട്രാ നടന്നു. ചായ കുടിക്കട്ടെ. ആ കമ്പനിയോ കാണാൻ പറ്റിയില്ല. ബിൽഡിങ് മൊത്തം അരിച്ചു ഇറക്കി. അഞ്ച് നിലയുണ്ട് ഈ ബിൽഡിങ്ങിന്. ഇതിൻ്റെ 5 നില ഞാൻ കയറി ഇറങ്ങി.
ഈ തപ്പി ഇറങ്ങിയ ബിൽഡിംഗ് മാത്രം കണ്ടില്ല. വേറെ 1-2 കണ്ടു, CV ഒക്കെ കൊടുത്തു. പക്ഷെ ആവശ്യമുള്ളത് മാത്രം കിട്ടിയില്ല. ഇതിനകത്തിരുന്ന് നെറ്റ് നോക്കി കണ്ടുപിടിക്കാം. അവിടെ ഒന്ന് വരുള്ളതല്ലോ. ഇവിടെ നമുക്ക് AC-യിലിരുന്ന് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. AC-യിലിരുന്ന് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിട്ട് കണ്ടുപിടിക്കാം. ഇനി അടുത്ത ബസ് ഫോണിനകത്തുണ്ട്. ഇപ്പോൾ ഫോണിനകത്ത് നോക്കാമെന്ന് വെച്ചാൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പോകുന്നത്. അപ്പം നമുക്ക് പോകേണ്ട സ്ഥലം അറിയാമെങ്കിൽ അപ്പോൾ നോക്കിയാൽ മതി. എനിക്കിനി 1-2 കമ്പനിയോട് കയറാനുണ്ട്. അപ്പം അത് പല പല സ്ഥലത്ത് ഇച്ചിരി ദൂരെയൊക്കെയാണ്. അപ്പോൾ അതിലെവിടെ പോകണം, നെക്സ്റ്റ് ഇവിടുന്ന് എങ്ങനെ പോയാൽ അങ്ങോട്ട് എത്താമെന്നൊക്കെ ഉള്ളത് ഫോണിൽ നോക്കാമെന്ന് വെച്ചാൽ അവിടെ നല്ല വെയിലാണ്. ഇവിടെ ഇരുന്ന് അറ്റ്ലീസ്റ്റ് ചായയെങ്കിലും കുടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം അവിടെ പോയി നോക്കാം. ഫോണിൽ നെറ്റുണ്ട് നോക്കാനുള്ള, കുഴപ്പമില്ല. നെറ്റ് ഇല്ലാതെ നോക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഗൂഗിൾ മാപ്പും പിന്നെ ഈ റൂട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പോഴാണ് ഞാൻ വന്ന എയർപോർട്ടിൽ നിന്ന് ഡിപ്പാർച്ചർ കാണുന്നത്. മെട്രോയിൽ ഇറക്കി വിട്ടു. മെട്രോ ഇവിടെ, നമുക്ക് മെട്രോയിൽ തന്നെ പോകാമായിരിക്കും നല്ലത്. ഇപ്പം CB ഇവിടെ നിന്ന് വീണ്ടും കുറച്ച് ദൂരമുണ്ട്. ഇത് 2 പിടിക്കണം. അപ്പം നമുക്ക് ബസ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അൽഖൂസ് ബസ് സ്റ്റേഷൻ. ഇവിടെ നിറയെ ബസ് കിടപ്പുണ്ട്. ഇവിടെ നിന്ന് ഇനിയും ഒരു 250 മീറ്റർ നടക്കാറുണ്ട്. നേരെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറ സൈഡ്. ബസ് സ്റ്റേഷൻ അൽഖൂസ് ബസ് സ്റ്റേഷനാണ്. സ്റ്റേഷൻ 3. ഇത് എല്ലാ ബസ്സും ഇവിടെ കിടപ്പുണ്ട്. ഇഷ്ടംപോലെ ബസ്സുണ്ട്. ഇങ്ങോട്ട് എങ്ങനെയും പോകും. കമ്പനി കയറി. അവിടെ കമ്പനി ഓപ്പൺ അല്ല. ഇത് എല്ലാ സൈറ്റൊന്നും നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. ഓക്കെ, നമ്മൾ തിരിച്ച് അങ്ങനെ ഒരു കമ്പനിയിൽ പോയി അങ്ങനെ അടുത്തതിലും പോയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ബസ് സ്റ്റേഷനിലേക്ക്. ഇവിടെ ബസ് സ്റ്റേഷൻ ഉണ്ടായതുകൊണ്ട് എന്തായാലും ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു. വീണ്ടും ബസ് തപ്പി അലയേണ്ടി വന്നില്ല. ഏത് ബസ് വേണമെങ്കിലും കയറിപ്പോ. എവിടെ നിന്ന് എങ്ങോട്ടാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കട്ടെ. ഇവിടെ ഇഷ്ടം പോലെ ബസ്സുണ്ട്. ബസ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പോകാൻ ബസ്സില്ല. അതെല്ലാം ഇവിടെ റെസ്റ്റ് എടുക്കുന്ന ബസ്സുകളാണ്. നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് റോഡിലിറങ്ങി ബസ് സ്റ്റോപ്പ് തമ്പിപ്പുഴ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചു. ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബസ്സിൽ കയറണം. ഇവിടെ കിടക്കുന്ന ബസ്സെല്ലാം ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പോകത്തുള്ളൂ. അങ്ങനെ നമ്മൾ ബസ് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ബസ് സ്റ്റേഷൻ തന്നെയാണ്. അതിൻ്റെ അടുത്തുള്ള നമ്മുടെ ഈ ഇതല്ലേ, ബസ് വരുന്നുണ്ട്. പോയിട്ട് അത് സ്റ്റേഷനിലോട്ട് നമ്മൾ ബസ് നോക്കിയിരിക്കാൻ. ഇതുപോലുള്ള സെറ്റപ്പ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ AC ഇല്ല. ഇവിടെ അധികം ചൂടെടുക്കുന്നില്ല. ചിലത് AC ഇല്ലാത്തത് നമുക്ക് ഇതിനകത്ത് കയറി ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര പുഴുങ്ങി നമ്മളെ മറ്റേ സ്റ്റീം ബാത്തൊക്കെ ചെയ്ത അവസ്ഥയായിരിക്കും ഇത്. പക്ഷേ കുഴപ്പമില്ല. സ്റ്റീം ബാത്ത് പോലെ തോന്നുന്നില്ല. ഇത് തുറന്നിട്ടിരുന്നതുകൊണ്ടായിരിക്കാം. AC ഇല്ല എന്തായാലും. സൗകര്യം കൂടിപ്പോയാലും കുഴപ്പമാണ്. ബസ് സ്റ്റേഷനുണ്ട്. ഇഷ്ടംപോലെ ബസ്സും കിടപ്പുണ്ട്. എല്ലാം ഉണ്ട്. എന്നാ ഒന്നുമില്ല. ബസ് എവിടെ പോയി? അയ്യോ, ഇനി എത്ര നേരം കാത്തിരിക്കണം.
നമ്മളിപ്പോൾ നമ്മളല്ല ഞാൻ ഇപ്പം എന്തോ ഒരു യാത്ര ചെയ്തു. ഇനി അങ്ങ് ദൂരെ പോകണം. റെഡ് ലൈൻ മെട്രോയുടെ അങ്ങേ അറ്റം പോകണം നമുക്ക്. DIP ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് അവിടെ പോകണം. എന്നിട്ട് തിരിച്ചു വരണം. ചൂലോ ഒന്നും കഴിച്ചില്ല, വിശക്കൊന്നും. ഇവിടെ നല്ല കടയൊന്നും നല്ല ഇവിടെ കടയേ കാണും. എത്ര മണി? 12:45 ഉള്ളൂ. 12:45 ഉള്ളൂ. വിശക്കുന്നു. രാവിലെ ഒരു കുബൂസ് കഴിച്ചിട്ട് ഇറങ്ങില്ല. ഇനി എല്ലാം കഴിക്കണം. ഇവിടെ കടയൊന്നും കാണുന്നില്ല. ഇവിടെ ഈ സൗകര്യങ്ങൾ കൂടുതലായതുകൊണ്ട് കടയൊന്നും കാണുന്നില്ല. ഇനി അടുത്ത എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കഴിക്കാം. അടുത്ത മെട്രോ എത്തി. محطة حافلات مترو آل شيف في جهة الجنوب. അടുത്ത മെട്രോ Next stop is Al Sheikh Landside Metro Bus Stop. കഴിക്കാനൊന്നും പറ്റിയ സ്ഥലമില്ല, ഇങ്ങനത്തെ ബിൽഡിങ്സ് മാത്രമേ. അപ്പം ഇനി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നോക്കാൻ കഴിക്കാൻ പറ്റുമോ. Innocence can be a young man's game. Signed up for the hall of shame. I wish I knew how much I miss not knowing that we're all screwed when we play our roles and ignore the problems. here. Discovery Gardens. The next station is Discovery Gardens. കുറച്ചും കൂടെ ക്ലാസ് ആയിട്ട് നല്ല രസമായിട്ട് വലിയതാണ് എയർപോർട്ട് എന്നൊക്കെ അല്ല, എന്നാലും ഇത്തിരി സ്പേഷ്യസ് ആണ്. سيصل إلى الوصيفة. Your attention please. The train to Center Point will arrive at നമ്മൾ തിരിച്ച് platform സെൻട്രൽ പോയിന്റ് ആണ്. റൂമിലേക്ക് പോകണമെങ്കിൽ ഒറ്റ ട്രെയിൻ നേരെ പോയാൽ സെൻട്രൽ പോയിന്റ് ലാസ്റ്റ് പോയിന്റിലാണ്. ഇനിയും മുകളിൽ കയറണം. Your attention please. The train to Center Point. എഗ് ഫ്രൈഡ് റൈസ് കഴിച്ചു, പക്ഷെ കുഴപ്പമില്ല. വിശപ്പായിരുന്നു, പിന്നെ ടേസ്റ്റ് തോന്നി. പെപ്സി, 7up, മൗണ്ടൻ ഡ്യൂ ഇവിടെ കുട്ടികളുണ്ടാക്കുന്ന സ്ഥലമാണ്. വീണ്ടും അടുത്ത ബസ്സിൽ കയറി. സെയിം റൂട്ട് തന്നെ ആയിരുന്നു. പോയില്ല, ഞാൻ വിചാരിച്ചിട്ട് എത്തിയായിരുന്നു. അൽക്കൂസിലോ അല്ല വേറെ ഹൗസ് അങ്ങനെ ഫാക്ടറി ഏരിയ പോയി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ കിട്ടത്തില്ല. വല്ലാത്തൊരു ഏരിയയിലാണ് വീണ്ടും വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു 900 മീറ്ററോളം നടക്കാനുണ്ട്. ഇത് എങ്ങോട്ടേക്കാണ് നടക്കണ്ടേന്ന് ഈ ഗൂഗിൾ നോക്കിയിട്ട് ഒരു എന്തെങ്കിലും ഒരു എത്തും പിടിയും കിട്ടുന്നില്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഒന്നും പേരില്ല. നോക്കുകയാണ് ഇനി എങ്ങോട്ടാണ് നടക്കേണ്ടതെന്ന് നോക്കണം. തിരിച്ചു പോകാൻ ബസ്സുണ്ടോ ആവോ.
കുന്തമില്ലാതെ നടക്കുന്ന അവസ്ഥയാണ്. കുറേ ഉണ്ട് നടക്കാൻ. അവിടോട്ടാണ് കാണിക്കുന്നത്, പക്ഷെ അത് ഇങ്ങനെ പോയിട്ട് വേണം അങ്ങനെ വരാൻ. അങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അങ്ങനെ പോകാൻ വഴിയില്ല, അവിടെ അടച്ചേക്ക് നോക്കാം. അതിലും നമുക്ക് ക്രോസ് ചെയ്ത് നേരെ തന്നെ പോവാം. കുറിച്ചൊന്നും കാണുന്നില്ല. ദുബായ് അല്ലേ? എനിക്കറിയാൻ വയ്യ. നമ്മളൊരു ഓസ്ട്രേലിയൻ കമ്പനിയിൽ ചെന്ന് മുട്ടിയിരിക്കുകയാണ്. അയ്യോ, ഇനി തിരിച്ചെങ്ങനെയാ പോന്നെ? സ്റ്റോപ്പ് എന്ത് ചെയ്യേ? തിരിച്ചെങ്ങനെ പോകും? നമ്മൾ തിരിച്ചെങ്ങനെ പോകും? തിരിച്ചെങ്ങനെ പോകും? അങ്ങനെ വഴി അറിയാവോ? ബസ് എവിടാന്നോ? നേരത്തെ പോയെന്നോർത്ത് തന്നെ നോക്കാം. ഓപ്പോസിറ്റിലൊരു ബസ് സ്റ്റോപ്പ് കണ്ടു. പക്ഷെ ഇവിടെ കാര്യമായിട്ടില്ല. ഇവിടെ ഒരു സിംഗിൾ ലൈനേ ഉള്ളൂ. ഈ റോഡ് കേട്ടോ, ഈ ഒരൊറ്റ ലൈൻ റോഡേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ അറിയാൻ മേല. ബസ് കണ്ടുപിടിച്ചു. അല്ല, ബസ്സല്ല, ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചു. ഇത് ഇങ്ങനൊരു സംഭവം ഇങ്ങനെയുള്ളതാ ബസ് സ്റ്റോപ്പ്. ഇതിനകത്ത് കണ്ടു ഒറ്റ ബസ്സേ ഉള്ളൂ. എത്രയാണ്? F51. ഇവിടെ ഒരു മെട്രോ ഉണ്ട് കണ്ടു. ഈ മെട്രോയിലാണ് പോകേണ്ടത്. DIP മെട്രോ ബസ് സ്റ്റോപ്പ് 2 അല്ലെങ്കിൽ 1. ഏതെങ്കിലും മെട്രോയിൽ ഇറങ്ങാം, തിരിച്ചു പോവാം. 2 മണിക്കൂറോളം എടുക്കുമായിരിക്കും എത്തുമ്പോഴേക്കും. തിരിച്ച് നമ്മൾ മെട്രോയിലെത്തി. തിരിച്ച് മെട്രോ ട്രെയിൻ കയറാൻ പോകുന്നു. ആശ്രമിൽ പോകണം. The train to Centre Point will come from platform 1. I like to be away in my patience. Stay up, I feel so outdated. How can we look the other way? Sun is out, but the sky is gray. What would happen if I took a chance? It's always hard at first glance. I don't wanna, but I know I gotta do it. The truth is hard to swallow. I think I'll chew it.